ഐ നോബഡി. ഡയറക്ടർ നിസാം ബഷീർ, റൈറ്റർ സമീർ അബ്ദുൾ. നിസാം ബഷീർ ക്യാമറമാനാണ്. ഗംഭീരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ്. ഒരു മൂവിയുടെ ഓരോ സന്ദർഭങ്ങളിലും എന്ത് ടൈപ്പ് ഓഫ് സിനിമാറ്റോഗ്രാഫിയാണ് വേണ്ടുന്നത്, അത് ഓരോരോ സീൻ ബൈ സീൻ ആ ഒരു സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഒത്തിരി പണിയെടുത്തിരിക്കുന്നത്. മേ ബി അത് സിനിമാറ്റോഗ്രാഫറുടെ ഒരു കഴിവായിരിക്കാം. എനിവേ അത് ഒരു ഡയറക്ടോറിയൽ സ്കില്ലും കൂടെ ആണ്. ദിനേശ് പുരുഷോത്തമൻ, ഗംഭീര ക്യാമറ വർക്ക്. ഞാൻ ഈ അടുത്ത് കണ്ട എൻറ്റയർ സിനിമാസ് എടുത്തു കഴിഞ്ഞാൽ മലയാളം എന്നല്ല തമിഴായിരുന്നാലും എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ മൂവിയുടെ സിനിമാറ്റോഗ്രാഫി വേറെ ലെവല്. സോ ഹാറ്റ്സ് ഓഫ് ടു ദിനേശ് പുരുഷോത്തമൻ. ജേക്സ് ബിജോയ് അല്ലെന്ന് തോന്നുന്നു ത്രൂ ഔട്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയ് എന്നാണല്ലോ കാണിച്ചത്. പിന്നെ ഹർഷവർദ്ധൻ രാമേശ്വർ, പാട്ടൊന്നും ഇല്ലല്ലോ. ഗംഭീര കാസ്റ്റിംഗ് ആണ്. അതായത് ഇതിനകത്ത് ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട്. വിനയ് ഫോട്ടോ, സുരാജ് വെഞ്ഞാറമൂട്. സിനിമ മാറിപ്പോയ ഐ നോബഡി. ഓക്കെ, വേറൊന്നും ഇല്ല. ദിലീപ് ഗണപതിയെ, ഇതെന്ത് തെറ്റിപ്പോയ സാധനം. വിജയരാഘവൻ, ഖാലിദ് റഹ്മാൻ. ക്യാമറമാൻ ഖാലിദ് റഹ്മാൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒരു മണി ഹേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റോറി. അതിൽ തെഫ്റ്റിലുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ അവരുടെ ഒരു ബാക്ക് സ്റ്റോറിയെ പറ്റിയൊന്നും സിനിമ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു മണി ഹേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കുറേ സംഭവ വികാസങ്ങളാണ് ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. സിനിമയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ് ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ ഒരു സ്റ്റൈൽ കൊണ്ടാണ് അത് നന്നായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോൺ ലീനിയർ പാറ്റേണിലാണ് സ്റ്റോറി ടെല്ലിങ്. നോൺ ലീനിയർ എന്ന് പറയുമ്പോൾ രണ്ട് കാലഘട്ടങ്ങൾ പറയുന്നതല്ല, ഒരു സമയത്ത് തന്നെ പല പല സംഭവങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലാണ് സ്റ്റോറി ടെല്ലിങ്. അതും സിനിമയുടെ ആ ഒരു ത്രില്ലിംഗ് മൂഡിനെ ഒത്തിരി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് മീഡിയ നന്നായിട്ട് ഈ സിനിമ സ്പോയിൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് സിനിമയായിരുന്നാലും ഇന്നത്തെ മീഡിയനെ അലക്കുന്ന കണ്ട് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേക പുളകമാണ് നമുക്ക് തിയേറ്ററിൽ കിട്ടുന്നത്. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. ടെക്നിക്കലി വൺ അമംഗ് ദ ബെസ്റ്റ് മൂവി. ഞാൻ ഈ പറഞ്ഞ കണക്ക് സിനിമാറ്റോഗ്രാഫി അറ്റ് ഇറ്റ്സ് ഫുള്ളസ്റ്റ്. പിന്നെ ജേക്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറേയൊക്കെ ഒരു സീൻ എലിവേഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സീൻ എലിവേഷൻ അങ്ങനെയുള്ളൊരു സംഭവമല്ല. എന്നാൽ ഭയങ്കര ഒരു ത്രില്ലിംഗ് ഒന്നും ഓഫർ ചെയ്യുന്നതുമില്ല. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ സ്റ്റണ്ട് കോറിയോഗ്രാഫി. എനിക്ക് തോന്നുന്നു 3 കോറിയോഗ്രാഫേഴ്സ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഓരോരോ സ്റ്റണ്ട് സിറ്റുവേഷൻസിലും ഓരോ സ്റ്റണ്ട് കോറിയോഗ്രാഫേഴ്സാണത് ചെയ്തിരിക്കുന്നത്, കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഫൈറ്റിൽ ഒരേ ഒരു പാറ്റേൺ ഒന്നും, ഒരു കോറിയോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ അറിയാം ഒരു സിമിലർ ഫൈറ്റ് പാറ്റേൺ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് 3 സ്റ്റണ്ട് സീക്വൻസുകളാണ് ഉണ്ട്. ഈ 3 സ്റ്റണ്ട് സീക്വൻസുകളും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത്. പക്ഷേ ആ ഒരു കോറിയോഗ്രാഫി ആൻഡ് സിനിമാറ്റോഗ്രാഫി പിന്നെ ആ ഒരു എഡിറ്റിങ് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഉള്ളൊരു സിങ്ക് കൊണ്ട് തന്നെ ഭയങ്കര ഒരു സീനിക് എലിവേഷനുണ്ട്. പ്രത്യേകിച്ച് ആ സമയത്ത് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ഒരു വെസ്റ്റേൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിൽ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് സിനിമേനെ. പിന്നെ എടുത്തു പറയേണ്ടത് ഗംഭീര കാസ്റ്റിംഗ് ആണ്. പൃഥ്വിരാജിൻ്റെ ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു ക്യാരക്ടറിന് ഭയങ്കര ഹ്യൂജ് ഡെഫിനിഷനൊന്നും കൊടുക്കേണ്ട ടൈപ്പ് ഒരു ക്യാരക്ടർ അല്ല. പിന്നെ പാർവതി തിരുവോത്ത് പുള്ളിക്കാരത്തിയുടെ ഏരിയയാണ്. ഏത് ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നാലും ഇതുപോലെ നല്ല പുള്ളിക്കാരത്തേക്ക് ഏത് ടൈപ്പ് ഓഫ് ക്യാരക്ടർ കിട്ടിയാലും ആ ഒരു ക്യാരക്ടറിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് അവതരിപ്പിക്കും. അത് ഗംഭീരമായിരുന്നു. പിന്നെ പാർവതിയുടെ ഒരു മകളായിട്ട്, അത് പൃഥ്വിരാജിൻ്റെ മകളായിട്ട് വന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. 2 കുട്ടികളുണ്ട്. ആ ഒരു കേർലി ഹെയർസും പുള്ളിക്കാരത്തിൻ്റെ ആ ഒരു ഫേസുമായിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള ഒരു ഫേസ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു കാസ്റ്റിംഗ് ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു പഞ്ചാണത്. സ്റ്റണ്ട്സ് കോറിയോഗ്രാഫി അമിത് ജോളി ബാസ്റ്റിൻ, യാനിക് ബെൻ ഉണ്ട്, കലൈ കിങ്സൺ ഉണ്ട്, കാർത്തിബൻ രാജകുമാർ. ഇതാണ് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. നല്ല ഇവരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോരോ സ്റ്റണ്ട് സീക്വൻസുകൾ ഇവരാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കോറിയോഗ്രാഫി. പിന്നെ കളറിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു. എഡിറ്റിംഗ് ഓൾസോ വാസ് നൈസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ക്യാമറയുടെ കാര്യത്തിൽ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ളൊരു സിനിമാറ്റോഗ്രാഫി വർക്കാണ്. ആക്ടർ അശോകൻ ഇതിനകത്തൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ഈ സിനിമയ്ക്കകത്തൊരു പ്രൈം റോൾ ഉണ്ടെന്നുള്ളത്. അതായത് ഒരു ക്യാമറ കുറേ നേരം അദ്ദേഹത്തിൻ്റെ ഫേസിനെ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം ഈ ക്യാരക്ടറിന് എന്തോ വലുതെന്തോ സിനിമയ്ക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെന്നുള്ളത്. പിന്നെ അങ്ങനെ നോക്കിയാൽ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. വിജയരാഘവൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതെല്ലാം തെറ്റാണ്. ലുക്മാൻ ഓവറാണ്. ഇത് മാറിപ്പോയ നിഷാന്ത് സാഗർ, അതുപോലെ നന്ദു പൊതുവാള്, അതുപോലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹക്കീം ഷാജഹാൻ, ജിജോയ് രാജഗോപാലൻ, കൃഷ്ണൻ. ഇതിനകത്ത് കുറേ തെറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനിഷ്യലി എടുത്ത കാസ്റ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സിനിമ കട്ടായി പോയതിൽ കുറേ ആളുകൾ കട്ടായി പോയതായിരിക്കാം. അപ്പോൾ ഐ നോബഡി നല്ല ഒരു തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു മൂവി തന്നെയാണ്. ഒരു റിപ്പീറ്റ് വാച്ച് വാല്യൂ എനിക്ക് തോന്നിയില്ല. പക്ഷേ കുറേ സംശയങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ എന്തെങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്നൊക്കെ ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. അപ്പോൾ അതെന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ സ്ക്രിപ്റ്റിൽ ചെയ്തിരിക്കുന്നതായിരിക്കാം. ഒരു പസിൽ സോൾവ് ചെയ്യാനുള്ള ഒരു ക്രാക്കിംഗ് ടൈൽ എടുത്തിട്ട് അതിൽ നിന്ന് ബാക്കിയുള്ളതെല്ലാം അങ്ങനെ അടുക്കി ഓരോരോ സീൻസിനെ കണക്ട് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്.
അതെനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ആ ഒരു പാറ്റേൺ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസിനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും, ബട്ട് ഇറ്റ് വർക്ക് വെരി വെൽ ഫോർ മീ. സിനിമയുടെ ഒത്തിരി പോർഷൻസ് തിരുവനന്തപുരം സിറ്റിക്കകത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ മിക്കവാറും കണ്ടിട്ടുള്ള മാളുകളിലും അവിടെയൊക്കെ ഫൈറ്റ് നടക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇന്ന സ്ഥലത്താണല്ലോ എന്നുള്ള ആ ഒരു ലൊക്കേഷൻ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ലൊക്കേഷനൊന്നും ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നില്ല, എങ്കിലും തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. അതിങ്ങനത്തെ ഒരു പ്ലോട്ട് ആയതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഒന്നും ആവശ്യം അതിനകത്തില്ല. വളരെ ക്രൗഡഡ് ആയിട്ടുള്ള ലൊക്കേഷൻസിൽ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സിങ് സൗണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സൗണ്ട് വർക്ക് ചെയ്തിരിക്കുന്ന ആരാണ്? സൗണ്ട് ഡിസൈനർ ഡാനിയൽ ഡി ബെൻ, നിക്സൺ ജോർജ് സൗണ്ട് ഡിസൈനർ, സേട്ട് എം ജേക്കബ് എഡിറ്റർ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് ആണ്. സോ ഓവറോൾ ദ കോണ്ടന്റ് ആൻഡ് ദ വേ ഓഫ് മേക്കിംഗ് പെന്നി വർത്ത്, അതായത് വാല്യൂ ഫോർ മണി. പൃഥ്വിരാജിൻ്റെ വൺ അമംഗ് ദ ബെസ്റ്റ് മൂവീസിൽ ലിസ്റ്റ് ചെയ്യാവുന്ന ഒരു മൂവിയാണിത്. പിന്നെ ഈ മണി ഹേസ്റ്റ് ഇത്തരത്തിലുള്ള സിനിമകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരം കോണ്ടന്റ്സ് പെട്ടെന്ന് ആളുകളിലേക്ക് കണക്റ്റ് ആവും. ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞൊരു സിനിമ വന്നപ്പോഴും കണ്ടതാണ്. അത് പണവുമായിട്ട് ബന്ധപ്പെടുന്ന സിനിമ നമുക്ക് കാണാനൊരു ഭയങ്കര ക്യൂരിയോസിറ്റി. കാരണം എല്ലാവർക്കും മണി എന്ന് പറയുന്ന ഒരു മേജർ ഫാക്ടറാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ. അതുകൊണ്ട് തന്നെ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊരു മൂവി ആയിരുന്നാലും അതെങ്ങനെ ആ ഒരു ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ സിനിമയിൽ അതെന്താണ് അതിൻ്റെ ഒരു സ്വാധീനം എന്നൊക്കെ ഉള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ കോണ്ടന്റ് ഓൾറെഡി ഹിറ്റാണ് എന്ന് നമുക്ക് പറയാം. ഞാൻ പലപ്പോഴും സിനിമയുടെ കാര്യത്തിൽ പറയാറുണ്ട്, ഇവിടെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ബ്രത്ത് എടുത്തതിന് അതൊരു സംഭവം പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഇനിഷ്യൽ സീക്വൻസ് മുതൽ ആ സിനിമയിലോട്ട് അങ്ങ് കണക്റ്റായി അവസാനം വരെ ആ ഒരു കണക്റ്റ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞു. അതാണ് ഒരു സിനിമയുടെ ഒരു ഇമ്മേഴ്സീവ്നെസ് എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ സിനിമ എനിക്ക് ഒത്തിരി വർക്കായി. അതുകൊണ്ട് തന്നെ ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.